ഹായ്. ഹൗ ആർ യു? ഗുഡ്. എന്താണ് ഇത്ര രാവിലെ തന്നെ വരണമെന്ന് പറഞ്ഞത്? ഇതാ എന്തത്? ആ മുഖമൊക്കെ കടുപ്പിച്ച് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുകയാണല്ലോ. ഹേയ്, എനിവേസ് നോട്ട് ബാഡ്. ഓക്കെ അല്ലേ? നല്ല പണച്ചാക്കാൻ തോന്നുന്നു. നല്ല പണമുള്ള കുടുംബം നോക്കി തപ്പിയതാന്ന് തോന്നുന്നല്ലോടി. അതൊന്നും അല്ലടി, അർജുനെ എന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാ. കെയർ ചെയ്യുന്നവനാണ് തോന്നുന്നു. അതുമല്ല, സിമ്പിൾ ആയിട്ട് എന്നെ വന്ന് പ്രപ്പോസ് ചെയ്യാൻ ചെയ്തു. സോ ഓക്കെ പറഞ്ഞു ഞാൻ. ഇപ്പൊ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു ശില്പ. ഓഫ് കോഴ്സ് യു ഹാവ് ടു ബി ഹാപ്പി. ദിവ്യ, സാധാരണ ഒരാളുടെ കല്യാണം എത്ര തവണയാടി നടക്കുന്നത്? സോറി, ചിലപ്പോഴൊക്കെ 2 തവണയൊക്കെ ആവാറുണ്ട്. ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നീ എന്തിനാ സോറി പറയുന്നേ? സത്യമല്ലേ നീ പറഞ്ഞത്? ഹേയ്, നിന്റെ ഫസ്റ്റ് ഹസ്ബൻഡിനെ കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ നീ അതെന്തിനാ ഓർമ്മിപ്പിച്ചത്? അതൊക്കെ എന്നേ കഴിഞ്ഞു പോയ കഥയാ. അതിനുവേണ്ടി എന്താ ഉണ്ടായേ? ഹേയ് പ്ലീസ് പറയ് ദിവ്യ. എന്താ പറയണ്ടേ? അവനെങ്ങനെ നിന്റെ കൺസെപ്റ്റിലെ പോലെ ക്യൂട്ടാ? ക്യൂട്ടോ? ശരിക്കും ഒരു ഫ്ലോട്ട്. 10 വയസ്സിൽ അവൻ കാണിച്ചത് ഞാൻ പറഞ്ഞുതരാം. എല്ലാരും മുന്നോട്ട് വന്നേ, ലൈനായിട്ട് നിൽക്ക്. ഫാസ്റ്റ് ഫാസ്റ്റ്. ഓക്കെ കിഡ്സ്, ഞാൻ വിസിലടിക്കുമ്പോൾ എല്ലാവരും വെള്ളത്തിലേക്ക് ചാടണം. റെഡിയാ? ഗെറ്റ് റെഡി. വി ആർ ഫ്രീ സ്റ്റൈൽ ടുഡേ. ഓക്കേ മാം. 1 അരവിന്ദ് ചുമ്മാ 2 and എടാ, നിനക്കെന്താ ചാടാൻ ഇത്ര മടി? എനിക്ക് വെള്ളത്തിൽ ചാടാൻ പേടി. പേടിക്കാനൊന്നുമില്ല, ചാടിക്കേ. അയ്യോ എന്നെ തള്ളിവിടില്ല, എനിക്ക് പേടിയാ. അയ്യോ വേണ്ട, എന്നെ കാല് പിടിക്കാം, എന്നെ തള്ളിവിടില്ലേ. പെമ്പിള്ളേര് വരെ ധൈര്യമായിട്ട് ചാടുന്ന കണ്ടില്ലേ? നിനക്കെന്താ വെള്ളം കണ്ട ഇത്ര പേടി? ശരിക്കും പേടിത്തൊണ്ടാ നീ ഈ വെയിലത്ത് തന്നെ നിന്നോ? അയ്യേ പേടിത്തൊണ്ട്, പേടിത്തൊണ്ട്, പേടിത്തൊണ്ട്. ചാടിക്കോട്, ചാടടാ. അയ്യേ പേടിക്കാതെ ചാട്, ചാട്. പേടിത്തൊണ്ടേക്ക് കണ്ടില്ലേ? വാ. അയ്യേ കാണിക്കുന്നു. എടാ, എന്തിനാ കാണിക്കുന്നേ? നിന്നെ ഞാനുണ്ടല്ലോ. ഓടാതിരാ, അവിടെ നിൽക്ക്. അരവിന്ദ് നിൽക്കാനല്ലേ പറഞ്ഞേ? അരവിന്ദ് നിൽക്കടാ. അരവിന്ദ് നിൽക്കാനല്ലേ പറഞ്ഞേ? നിൽക്കടാ അരവിന്ദ്. അരവിന്ദ് എണീക്കടാ. അരവിന്ദ് എണീക്കടാ. അരവിന്ദ്. ഓ ഗോഡ്. എടാ കള്ള. അരവിന്ദ്, എടാ എന്താണ് നീ കാണിച്ചത്? എന്താ മാം, എനിക്ക് ഒരു തവണ കൂടെ തരും മാം, പ്ലീസ്. നിനക്ക് അടിയുടെ കുറവുണ്ട്. ഹേയ്, ഈ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദിവ്യ. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിച്ചതാ? അതെ, അതും ഒരു കല്യാണം. കല്യാണത്തിന്റെ അന്ന് അവൻ എന്താ കാണിച്ചു കൂട്ടിയെന്നറിയോ? അരവിന്ദ്, സമയത്രയോ? വാട്ട്സ് റോങ് അരവിന്ദ്? ഇന്നത്തെ ദിവസത്തിലെ സീരിയസ്നെസ് നിനക്ക് അറിയില്ലേ? നീ എവിടെയായിരുന്നു? ഏയ് ഇല്ല, വരുന്ന വഴിക്ക് ബൈക്ക് പഞ്ചർ. എന്ത് ചെയ്യാൻ പറ്റും? എടാ മഹാഭാവി, നീ കുടിച്ചിട്ടുണ്ടല്ലേ? ഇഡിയറ്റ്, ഇന്ന് നമ്മുടെ കല്യാണമാണ്. അതല്ല, ഇന്നലെ ഇവിടെ കുട്ടികളെല്ലാം ചേർന്ന് ബാച്ചിലർ പാർട്ടി നടത്തി. എത്രയെന്ന് പറഞ്ഞ എല്ലാ ഉത്തരവാദിത്വം എന്റെ തലയിൽ കൊണ്ടുവന്നിട്ട് നീയൊക്കെ അവനെ കുടിപ്പിച്ചതല്ലേ?
പിന്നെ കോലുമിഠായി കഴിച്ചോണ്ടിരിക്കണോ ദിവ്യ? ഇവിടെ ഒന്ന് പൂള് ഓടിക്കാണ്ട് വേഗം വാടാ. ഫുൾ മുഹൂർത്തം കഴിയാറായി. അവൻ വൈകുന്നേരം തോന്നുന്നു. അത് വന്നേ. Please, please. എന്റെ പൊന്നുണ്ട്. സോപ്പൊന്നും വേണ്ട അരവിന്ദ്. അതൊക്കെ നൈറ്റിലാ വന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? പോ. വേഗട്ടെ ചെല്ലു. അയ്യോ സൂക്ഷിച്ച് നടക്ക്, എന്തായി എനിക്ക് കാണിക്കുന്നത്? ഇഷ്ടപ്പെട്ടു. എന്താടോ ഇത്? നിന്റെ കല്യാണത്തിന് നീ തന്നെ ലേറ്റ് ആയാലും എങ്ങനെ? സോറി സർ. സോറി സാർ, വരുന്ന വഴിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. അത് തീർത്തിട്ട് വരുമ്പോഴേക്കും താമസിച്ചു പോയി. അതെന്താ നിന്റെ കല്യാണത്തെക്കാൾ വലിയ പ്രശ്നം? സാർ സോറി സാർ, അതൊരു ഓട്ടോഗ്രാഫാണ് സാർ. പറയാൻ നിന്ന് ഒരുപാട് സമയം എടുക്കും സാർ. നല്ല നേരം, ഇനി 5 നിമിഷം കൂടെ ഉണ്ട്. അതിനുള്ളിൽ നിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞോ, ഞാനൊന്ന് കേക്കട്ടെ. ഏ ആ എപ്പോഴും ദിവ്യ ദേഷ്യത്തോടെ അല്ലേ ഇരിക്കുന്നത്. സോ ഈ പൂങ്കൊടിക്ക് ഒരു പൂച്ചെണ്ട് വാങ്ങാൻ ഒരു പൂക്കടയിൽ പോയി സാർ. ആ പൂക്കട കാണാൻ അടിപൊളിയായിരുന്നു സാർ. മനോഹരമായ തേയിലത്തോട്ടത്തിന് നടുവിൽ ഒരു വീട്. ഞാനവിടെ ചെന്നപ്പോ നടന്നത് എന്താണെന്ന് അറിയോ സാർ? മാഡം, ഇവിടെ ആരും കാണുന്നില്ലല്ലോ സാർ. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ ഉം. ആ. ഉം. ഉം. ഹലോ സാർ. ആ, ആ, അയ്യോ അയ്യോ. എന്നിട്ട് പിന്നെന്ത് സംഭവിക്കാൻ? എന്നെ എന്തിനാ രക്ഷിച്ചെന്ന് പറഞ്ഞു ഒരേ ഒരു കരച്ചില്. ജീവിതം മടുത്തുപോയി. എന്നെ എന്തിനാ രക്ഷിച്ചത്? നിർത്ത്. ഇത്ര മനോഹരമായ സ്ഥലത്തിരുന്നിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ കരഞ്ഞു കാണിക്കുന്നത്? എന്താ സംഭവിച്ചേ? ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അത് തന്നെ എന്റെ പ്രശ്നം. 20 വർഷം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടോ? അതോ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുമായി? നീ എന്തേ പറയുന്നേ? എന്റെ ആൾക്ക് അങ്ങനെ ഒരു ടാലന്റ് ഇടാൻ ഒരു സാധ്യതയില്ല. പൈസ പൈസ എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. ആ ഉം. പ്രശ്നം എന്താന്നോ, എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആരെങ്കിലും എന്നെ കൊത്തിക്കൊണ്ട് പോകുന്നു ഭയന്നിട്ട് ഉം, ഉം. എന്നെ വീട്ടിനകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് എപ്പോഴും. ഈ ഫിഗർ അതിനു വേണ്ടിയൊന്നുമില്ലല്ലോ. ഹലോ, ഉം. നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉം. 20 വർഷത്തിന് മുന്നേ എന്നെ നീ ഒന്ന് കാണണമായിരുന്നു. ഉം. അങ്ങോട്ട് നോക്ക്, ആ ഫോട്ടോസ് എല്ലാം ഒന്ന് നോക്ക്. അത് കണ്ടിട്ട് പിന്നെ നീ സംസാരിക്കും. ഇപ്പൊ നിന്റെ മനസ്സ് പടപടാന്ന് ഇരിക്കുന്നില്ലേ? ഇപ്പൊ പടപടാന്നിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടുന്ന് വലിയുന്നത് ബുദ്ധി. എങ്ങനെ ഇരുന്നതാ ഞാൻ? ശരി. ആ, പണത്തിനോട് അയാൾക്ക് വലിയ ആർത്തിയാണെന്നല്ലേ പറഞ്ഞേ? അപ്പൊ എത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ടാവും? അതുണ്ട്. ക്യാഷ് മാത്രം ഒരു 2 കോടിയെങ്കിലും ഉണ്ടാവും. ബാങ്കിൽ പോലും ഇടാതെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കാ. അപ്പൊ പിന്നെന്താ എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യുന്നേ? ആ കാശ് എടുത്തിടുന്ന് വലിയാൻ നോക്ക്. ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. കണ്ണടച്ചിട്ട് കയ്യും തൊട്ടെ. ശ്ശേ, എന്റെ പുറത്തല്ല, മാപ്പിൽ വെക്കാനാ പറഞ്ഞേ. ഈ മാപ്പിൽ നിങ്ങൾ എവിടെയാണോ കൈവെക്കുന്നത് അവിടേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളണം. മരിക്കുന്നതിന് മുമ്പേ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കണം. പോ, ലൈഫ് എൻജോയ്. അയ്യോ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാ. നമുക്ക് രണ്ടുപേരും കൂടി പോവാം. Thank you so much. Thank ഞാനൊരു you. ബൊക്കെ വാങ്ങാൻ വന്നതാ. അതിനെന്താ, ഈ കടയിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളൊക്കെ നിനക്കുള്ളതല്ലേ? Thank you. ബൈ. Bye. ഒറ്റയ്ക്ക്. ഒരു ബൊക്കെ വാങ്ങാൻ എന്തൊക്കെ സഹിക്കണം ദൈവമേ. ആ കാശൊക്കെ എടുത്തു പോയപ്പോ അവരുടെ മുഖത്തെ സന്തോഷമൊക്കെ ഒന്ന് കാണുമായിരുന്നു. പെണ്ണൊരുമ്പെട്ടാൽ അങ്ങനെ ഒരു പഴഞ്ചൊല്ലിന്റെ അർത്ഥം തന്നെ. കൊള്ളാലോ. എനിക്ക് ഇന്നാ സാർ അങ്ങനെ മനസ്സിലായി. തന്നെ വേണം. അവന്റെ ഒരു പഴവും പഴങ്കഥയും പഴത്തൊലിയും അവന്റെ ഒരു തള്ളു. എടാ മോനെ, ഈ ബൊക്ക നീ എവിടുന്നാ വാങ്ങിയേ? സാർ, നമ്മുടെ അടിവാരത്തെ തോട്ടം ഇല്ലേ, അവിടെ വലിയൊരു പൂക്കട ഉണ്ടല്ലോ. അത് നല്ലൊരു ടീ എസ്റ്റേറ്റിന്റെ നടുവില്. ചതിച്ചോ? അപ്പൊ അവൾ എന്റെ പണമൊക്കെ എടുത്തോണ്ട് പോയല്ലേടാ? കണ്ടിട്ട് വലിയൊരു ബാഗായിട്ടാ തോന്നിയേ. അവരുടെ ആ ഭർത്താവില്ലേ, ആ ചട്ടിത്തലയൻ, ഇനി മൊത്തം ഗോവിന്ദയാ. എടാ ദ്രോഹി, ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാടാ അത്. മാപ്പിൽ കൈ എവിടെയാ വെച്ചെന്ന്? സാർ, അതേതോ പാപ്പാ ന്യൂ ഗിനിയ എന്നാ കണ്ടത്. എന്തോന്ന് പാപ്പ കുനിയണ വന്നോ? പാപ്പുവ ന്യൂ ഗിനി. അവിടേക്ക് എങ്ങനെയാ മോളെ പോകുന്നത്? എനിക്കറിയില്ല. അപ്പോ എവിടെ അവൾ പോയി? ഇയാളുടെ ഭാര്യയാണോ? നീ എവിടെയെങ്കിലും പോയി തോല. എന്റെ കാച്ചിങ് കിട്ടിയാ മതിയായിരുന്നു. ഇനി ഞാൻ വല്ല സ്റ്റെപ്പിനി തേടണമല്ലോ. ഇനി പടത്തിലെ ശാന്ത തന്നെ ശരണം. വാട്ട്? ഏയ്, ഞാനെന്ത് ചെയ്ത്? സോറി മൈ സൺ, അച്ഛൻ ഒന്ന് ലേറ്റ് ആയി പോയി. ആ മാരേജ് നന്നായി തന്നെ കഴിഞ്ഞില്ലേ?
എന്തായാലും നന്നായി. ഇനി ഈ കഥയുടെ ബാക്കി ഒപ്പിട്ടതിന് ശേഷം പറയാം. ഇവിടെ ഒപ്പിട്. അത് കഴിഞ്ഞ മാരേജ് ഓവർ. അപ്പൊ കല്യാണം കഴിഞ്ഞാണ് ഈ പറയുന്നത്? എല്ലാം കഴിഞ്ഞ് ഒപ്പിടാൻ പോകുന്നതായി കാണുന്നത്. എന്നാ ഞാനിപ്പൊ ശരിയാക്കി തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. രാത്രി ഫുള്ള് പൊട്ടിക്കാം. ഇനി ഞങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പുറത്ത്. നീ പാടുന്ന നിർത്തട ഹര ഹരോ ഹര ഹര. മതിര വാടാ. ഇനി ഞങ്ങളുടെ വീട്ടിൽ എല്ലാ നാളും കാർത്തിക. ലൈഫ് നന്നായി എൻജോയ് ചെയ്യുന്ന ടീമാണല്ലോ. അതിരിക്കട്ടെ, ആരാ ഫസ്റ്റ് ലവ് പറഞ്ഞത്? നീയോ അവനോ? ഓബ്വിയസ്ലി അവൻ തന്നെ. അത് നന്നായി. നമുക്കിഷ്ടമുണ്ടെങ്കിലും അവരെ കൊണ്ടാണ് പറയിപ്പിക്കേണ്ടത്. ശരി, അതൊക്കെ വിട്. അവനെങ്ങനെയാ ഭയങ്കരമായിട്ട് പ്രപ്പോസ് ചെയ്തോ നിന്നെ? അരവിന്ദോ? ആ പ്രപ്പോസല് ആക്സിഡന്റ് ആയി നടന്നതാ. വാട്ട്? നിന്നാലെങ്ങനെ ആശ തീരും, ഞങ്ങളുടെ ആശ തീരും. പ്രേമ, ഇന്ന് നീയാടി ടാർഗറ്റ്. ആർക്കാണ് അവിടെ പ്രേമിക്കേണ്ടത്? അവനെവിടെയാ അവളെ? എവിടെയാ അവളൊക്കെ? അയ്യോ, എന്റെ എവിടാ? ഡ്രസ്സ് ഇവിടെ പോയി. മാറിക്കണ അവിടെ. മൊട്ടയൊന്ന് വിരിയുന്നത് നീ എന്നെ പ്രേമനായിരുന്നു അല്ലേ? പ്രേമരോഗം ഞാൻ ഇതെന്താടി ആളിനെ വെച്ചടിക്കുന്നേ? അത് വേറെ ആരല്ലടാ, എന്റെ അച്ഛനാ. ഞാൻ പറയുന്നൊന്നും കേൾക്കാതെ എനിക്ക് ലവ് ലെറ്റർ തന്ന് സ്ഥിരമായി എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. അതാ നല്ലത് വാങ്ങിച്ചു കൂട്ടണം. അല്ല ഇതാർക്കാടാ? ആക്രമി പോയാ. ആ, ഇതാ ദിവ്യക്ക്. ദാ, എനിക്ക് റിയലി അതെ ഈ റോസ് ഫ്ലവർ എനിക്കാണെന്നോ? അതെ ദിവ്യ, ഈ കാർഡ് നിനക്ക് തന്നെയാ. ഓ, ഇതെങ്ങാനും കൊടുത്തിരുന്നെങ്കിൽ ആ മീശക്കാരനെ ചവിട്ടി തേച്ചേനെ. മോളെ, ഇനി അവന്മാരെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവൂല നിനക്ക്. താങ്ക് യു. യു ആർ വെൽക്കം. ആരാ മോളെ ഇവൻ? ഇവനും പോവാല്ല. അതെന്റെ ഫ്രണ്ടാ അച്ഛാ. വാ നമസ്കാരം. നമുക്ക് പോവാം. ബൈ. ബൈ. അയ്യോ, ഓ, ഞാൻ നിനക്ക് സ്റ്റാൻഡ് ബൈ ആണോടാ? നിന്നുണ്ടല്ലോ നിന്നെ പോലൊരു ഫ്രോഡിനെ. ഇത് ബാഗ്. നിക്ക് നിക്ക് ദിവ്യ ദിവ്യ. എന്താ പറഞ്ഞു? ഇല്ല, ഫിഗറിനെ വളയ്ക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഫിഗറിന്റെ ഫ്രണ്ടിനെ വളക്കണമെന്ന് ആ നടരാജൻ പറഞ്ഞതുകൊണ്ടാ. ബ്രദർ, സൂപ്പർ ബ്രദർ. ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ തരാൻ ഞങ്ങളുടെ കൂട്ടത്തിലൊരു നടരാജൻ ഇല്ലാണ്ടായി പോയല്ലോ. അല്ല, ഇപ്പോഴും വൈകിട്ടില്ല മാഡം. യുവർ സ്വീറ്റ് നെയിം ആ, പ്ലീസ്. അത് കൊള്ളാല. ഞാനടിച്ചാണെങ്കിൽ നീ ഫോട്ടോ നോക്കുന്നു. പോടാ അടി. പോരാടെ അവന്റെ തല്ലുള്ള ഐ ലവ് യു. എന്താ ഇത്? പഞ്ഞമിട്ടായോ? സോ സ്വീറ്റ്. ഞാനോ പഞ്ഞിമിട്ടായോ? ആ, എടി ഭയങ്കരി, അവൻ നിനക്ക് പഞ്ഞിമിഠായി തന്നപ്പോ വീണോ? അതിന് നീ ഓക്കെ പറഞ്ഞു? ഷട്ട് അപ്പ് ശിൽപ. സത്യം പറഞ്ഞ ഞാൻ അവനെ ലവ് ചെയ്തത്. അതാ ഞാൻ ഓക്കെ പറഞ്ഞത്. ലവ് ചെയ്തിരുന്നു. അപ്പോൾ